ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രാൻഡിങ്? ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സംഗതി സത്യമാണ്. കാരണം കുറച്ച് കാലങ്ങളായി, അടുത്ത കുറച്ച് കാലത്തായി എല്ലാവരും പറയുന്ന ഒരു വേർഡാണ് ബ്രാൻഡിങ്. അതൊരു ക്ലീഷേ പോലെയാണ് എല്ലാവരും പറയുന്നത് ബ്രാൻഡിങ്. ആക്ച്വലി ബ്രാൻഡിങ് എന്താണ്? അതിപ്പോൾ പെട്ടെന്നുണ്ടായ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ അർത്ഥം. കാര്യം എന്ന് വെച്ചാൽ ബ്രാൻഡിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലാതെ ഒരു കമ്പനിയെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്നാണ് നമ്മളൊരു പ്രോഡക്റ്റ്, ആ സെയിം പ്രോഡക്റ്റ് തന്നെ എടുക്കുന്നത് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ അതിലുണ്ട് എന്ന് ഉള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ അത് ബ്രാൻഡിങ്ങിലേക്ക് ആ പർട്ടിക്കുലർ ബ്രാൻഡ് കൊണ്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ ബ്രാൻഡിങ് പല വിധങ്ങൾ. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പ്രോഡക്റ്റുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനാണ്. ഏതാണോ ആൾക്കാർ ഫ്രീക്വൻ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അതിനൊരു ക്വാണ്ടിറ്റി ആയിട്ട് അതിനൊരു ഒരു ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ട് ആ സെറ്റിലേക്കുള്ള പ്രോഡക്റ്റ് റെഡിമെയ്ഡ് സാധനം പോലെ ഇറക്കാം. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനുഫാക്ചറേഴ്സിന് ഇത് എവിടുന്നെങ്കിലും വാങ്ങാന്നുള്ളതല്ല, അത് എൻ്റെ അടുത്ത് തന്നെ വരണം. അല്ലെങ്കിൽ ഒരു ലോയൽ കസ്റ്റമർ എന്താ അർത്ഥം? ലോയൽ കസ്റ്റമർ കഴിഞ്ഞാൽ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും ആ കസ്റ്റമർ ആ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനാണ് ലോയൽ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരം കസ്റ്റമർ ലെവലിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ എന്താവും, ഈ പറയുന്ന പ്രോഡക്റ്റ് മാറിയിട്ട് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ പാരച്യൂട്ട് എന്ന് പറയാം. അങ്ങനെ പ്രോഡക്റ്റ് മാറിയിട്ട് ആ ബ്രാൻഡിൻ്റെ പേരായിട്ട് വരും. അപ്പോൾ എന്തായി, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സിനോണിമസ് വിത്ത് പ്രൊഡക്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഇത് മാറിയിട്ട് എന്താണോ പേര് ഇട്ടിരിക്കുന്നത് ആ പേര് ആളുകൾ സംസാരിച്ചോളും. ബിസ്ലേരി തന്നാണ് ആദ്യമായിട്ടാണ് ബിസ്ലേരി വന്നത്. അപ്പോൾ കേരളത്തിലൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ബോട്ടിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മുഴുവൻ കിണറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തിനാണ് വെള്ളം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും അത് അനുഭവത്തിലേക്ക് വരുന്നത് വെച്ചാൽ നമ്മൾ എവിടേക്കൊരു യാത്ര ചെയ്യുമ്പോൾ എവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വെള്ളത്തിൻ്റെ ശുചിത്വം നമുക്ക് അറിയില്ല. എവിടുന്നാണ് വെള്ളം തരുന്നത് നമുക്കറിയില്ല. നേരെ മറിച്ച് ഒരു ബോട്ടിൽ വാട്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ വാട്ടറിന് അതിലൊരു എന്താ പറയുക ഒരു മാനുഫാക്ചറിങ്ങിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഒരു വിശ്വസിച്ച് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. ഈ ക്രെഡിബിലിറ്റിയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ഗോട്ട് ഇൻ ടു അഡ്വർടൈസിങ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്കൊരു പ്രോഡക്റ്റ് ഇറക്കണം. ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാനുഫാക്ചറിങ് ആയിരിക്കാം, ചിലപ്പോൾ ബാങ്കിങ് സെക്ടർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറ്റ് ഗുഡ്സിൻ്റെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. അയാൾ ഒരു ബ്രാൻഡിലേക്ക് അയാളെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് എന്തുമാത്രം എന്താ പറയുക വേറിട്ട് നിൽക്കുന്നു അല്ലേ. ആ വേറിട്ട് നിൽക്കാനുള്ള സംഭവത്തിനെയാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ള പ്രോഡക്റ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ അതിന് മുമ്പായിട്ട് നെഗറ്റിവിറ്റീസ് മാക്സിമം അതിന് മിനിമൈസ് ചെയ്യാൻ നോക്കിയിട്ട് എന്തൊക്കെയാണ് താരതമ്യം ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കാം ആളുകൾ, കസ്റ്റമേഴ്സ്. ചില ആൾക്കാർ പ്രൈസ് നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് പ്രൈസിൻ്റെക്കാളും കൂടുതലായിട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നല്ല ക്വാളിറ്റി സാധനം കുറച്ച് പൈസ കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ രണ്ട് ടൈപ്പ് ആൾക്കാരാണ്, ഒന്ന് ബ്രാൻഡ് കോൺഷ്യസും ഒന്ന് പ്രൈസ് കോൺഷ്യസും. അപ്പോൾ ഇത്തരം രണ്ട് കാറ്റഗറീസിനെയും അപ്പീൽ ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക ആ പ്രോഡക്റ്റിനെ സെറ്റ് ചെയ്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിനെ മൂവ് ചെയ്യണം എന്ന് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടീം തീരുമാനിക്കുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അതായത് ബ്രാൻഡിനെ ഇവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് പല എന്താ പറയുക പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്കലായിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അവിടെയുള്ള ആളുകളുടെ എത്ര മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ് എങ്ങനെയൊക്കെയാണ്. ലൈക്ക് ടീനേജേഴ്സ് ഇത്ര പോപ്പുലേഷൻ ഉണ്ട്, ഇത്ര ഏജ്കാർ ഇത്ര പോപ്പുലേഷൻ ഉണ്ട്, അങ്ങനെ. പിന്നെ അവരുടെ ഒരു ബൈങ് കപ്പാസിറ്റി എങ്ങനെയുണ്ട്, എത്രത്തോളം അവരുടെ ഒരു പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കേട്ടില്ലേ, ഇത്തരം സംഭവം എങ്ങനെയൊക്കെയാണ്, ഇത്തരം പർച്ചേസിങ് പവർ, പിന്നെ അവർ ഏതൊക്കെ പ്രോഡക്റ്റാണ് അവർ കൂടുതൽ അഫിനിറ്റി ഇപ്പോൾ ഉള്ളത്, അതിനെങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അതിലേക്ക് വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് ആ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ആദ്യം പറഞ്ഞ പോലെ പൊസിഷൻ ചെയ്ത് അതിനൊരു നീഷ് മാർക്കറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്ലേസിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കണം. അതാണ്
ഒരു ആഡ് ഏജൻസി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഏജൻസി ചെയ്യും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിനുശേഷമാണ് ഈ ക്രിയേറ്റിവിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസൈനേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിനായിട്ട് വരുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം അത്തരം ആളുകളെ എങ്ങനെയൊക്കെ അവരെ പെനിട്രേറ്റ് ചെയ്യാം, അവരുടെ ഉള്ളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം. കാരണം അത് കൾച്ചർ വൈസ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് കൾച്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അത്തരം ആളുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കും പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്. പെർസ്വേഡിങ് ദം ടുവേർഡ്സ് ബ്രാൻഡ് എന്ന് പറയുന്നത് വെച്ചാൽ ആദ്യം അവരെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൈ ഡോണ്ട് യു ട്രൈ എന്ന ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടെ അവർ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അത് കൊള്ളാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിന് ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്ന ഒരു ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. ആ പീരീഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ പീരീഡിൻ്റെ ഉള്ളിലാണ് ആ ബ്രാൻഡിൻ്റെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഒരു പരിണാമം നടക്കുന്നത്. അപ്പോൾ അത്തരം സമയത്ത് ഉള്ള ഒരു എക്സ്പെൻഡിച്ചർ, ഒരു ക്യാപെക്സ്, ഒരു ക്യാപിറ്റലിൻ്റെ പിന്നെ എക്സ്പെൻഡിച്ചർ ബ്രാൻഡാണെന്നുണ്ടെങ്കിലും ജനങ്ങളാണെന്നും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അതിന് സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ സമയത്തിന് ആണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലെവലിൽ കൊണ്ടുവരുന്നത്. പിന്നെ ബ്രാൻഡിൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ട്രാക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതായത് ബ്രാൻഡായി. ഈ ബ്രാൻഡിനെ പിന്നെ സസ്റ്റെയിൻ ചെയ്യാമെന്നതാണ്. കാരണം ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രം അത് ഒരു സേഫ് സോണിൽ എത്തിയതിന് അർത്ഥമില്ല. ഇന്നത്തെ കാലത്ത് ഏത് വലിയ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ